നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ ഒരു ബൈറ്റ് കേൾക്കാം. ഞാൻ അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. അല്ലാതെ അവരെ ശത്രുക്കളായിട്ട് കാണുമല്ല. കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും, അമർഷം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. അത് ഭരണകൂടത്തോടാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഭരണകൂടത്തെ പ്രതിദാനം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയല്ലേ വിമർശിക്കേണ്ടത്. ഒരു തെറ്റും ഞാൻ ആ കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ അവർ ഓരോ പ്രാവശ്യം വിമർശിക്കുമ്പോഴും അതേ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത്ര. ഇത് പോരാ, അതാണ്, ഇത് പോരാ. ഞങ്ങളെല്ലാം എല്ലാ ദിവസവും 2-3 കൊണ്ടൊന്നും അതുകൊണ്ടൊന്നും അവർ ശത്രുവായിട്ട് കാണാം. മനുഷ്യൻ്റെ വിഷമം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെയല്ലേ, നമ്മളാണല്ലോ വിമർശിക്കപ്പെടേണ്ടവർ, നമ്മളല്ലേ. ഈ ബൈറ്റിനെ കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാടിൻ്റെ സ്വത്തായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ, ആ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവുകയും കാണാതാവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും അതിലൊരു മാറ്റം ഉണ്ടായില്ല. ഇത്തവണയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മകളൊക്കെ വളരെ വൈകാരികമായ രൂപത്തിൽ പ്രതികരിച്ചു. ഒരുപക്ഷെ അവരുടെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പോലും പറയാവുന്ന അത്രയും തെളിവുകൾ UDFൻ്റെ നേതാക്കന്മാരെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ രീതിയും 10 വർഷക്കാലം ഭരിക്കുകയും ആധുനിക രൂപത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും കൊണ്ടുവരിക പോലും ചെയ്യാത്ത പിണറായി വിജയനെയും മറ്റും കാണുമ്പോൾ, ആ പെൺകുട്ടി പ്രതികരിക്കുന്ന രീതിയും കാണുമ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ പോലും അതിനാരും കുറ്റം പറയില്ല എന്നുള്ള രൂപത്തിലാണുള്ളത്. എന്നാൽ പോലും അതൊന്നും പറയാതെ സ്വന്തം വീട്ടിൽ നിന്നും ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വേദന എന്താണ്, അതിനപ്പുറത്തേക്ക് ഇതിൽ ഞാൻ അക്കൗണ്ടബിളാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് എന്നോടാണ് അവർ പറയേണ്ടത്, എന്നോടാണ് അവർ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത്. അതിനപ്പുറം ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുമോ? അതിനൊക്കെ ആ രൂപത്തിൽ നമ്മൾ കാണേണ്ടതുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു പാഠമാണ് എന്ന് സൂചിപ്പിക്കാനാണ്.